രാജ്യത്തെ വാഹന വിപണിയിൽ പതിറ്റാണ്ടുകളായി ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യം പുലർത്തുന്ന മാരുതി സുസുക്കി ഇലക്ട്രിക് വാഹന രംഗത്തേക്കുള്ള കാത്തിരിപ്പിന് വിരാമമിടുകയാണ്. This is the e-Vitara, a nameplate that we already know of, but now electrified. In fact, this is a born electric, which is rather big news since Maruti Suzuki is getting into the space. രാജ്യത്തെ പാസഞ്ചർ ഇലക്ട്രിക് SUV സെഗ്മെന്റിലേക്കുള്ള മാരുതിയുടെ ആദ്യ ചുവടുവെപ്പായ ഈ വിത്താര 2025 ഡിസംബർ 2 ഔദ്യോഗികമായി ഇന്ത്യയിൽ അവതരിപ്പിക്കും. ഒരു ആഗോള ഉൽപ്പന്നം എന്ന നിലയിൽ വികസിപ്പിച്ചെടുത്ത ഈ മോഡൽ മാരുതിയുടെ ഇലക്ട്രിക് സ്വപ്നങ്ങളുടെ മുൻനിര പോരാളിയാകും എന്നതിൽ സംശയമില്ല. കേവലം ഒരു പുതിയ മോഡൽ എന്നതിൽ ഉപരി ഇന്ത്യയുടെ ഇലക്ട്രിക് വെഹിക്കിൾ ഭാവിയിൽ മാരുതിയുടെ സ്വാധീനം എത്രത്തോളമായിരിക്കും എന്ന് നിർവചിക്കുന്ന ഒരു തന്ത്രപരമായ നീക്കമാണിത്. ഈ വിത്താരയുടെ പ്രഖ്യാപിത സവിശേഷതകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് അതിൻ്റെ മികച്ച റേഞ്ച് അഥവാ ദൂരപരിധിയാണ്. പുതിയൊരു ഇലക്ട്രിക് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് ഒരു ചാർജിങ്ങിൽ എത്ര ദൂരം സഞ്ചരിക്കാൻ സാധിക്കും എന്ന റേഞ്ച് ആൻസൈറ്റി ഒരു പ്രധാന ഘടകമാണ്. ആ ആശങ്കയെ ഫലപ്രദമായി മറികടക്കാൻ ഈ വിത്താര ലക്ഷ്യമിടുന്നു. സുസുക്കിയുടെ പുതിയ ഹാർട്ടെക് ഇ എന്ന പ്രത്യേക EV പ്ലാറ്റ്ഫോമിലാണ് ഈ വിത്താര നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വാഹനത്തിന് മികച്ച ഘടനാപരമായ കരുത്തും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നു. 2 ബാറ്ററി ശേഷികളിലാണ് ഈ SUV ലഭ്യമാക്കുക. 49 കിലോവാട്ടും 61 കിലോവാട്ടും. ഇതിൽ 61 കിലോവാട്ട് ബാറ്ററി പാക്ക് ഒറ്റ ചാർജിൽ 500 കിലോമീറ്ററിൽ അധികം ദൂരപരിധി നൽകുമെന്ന് മാരുതി സുസുക്കി അവകാശപ്പെടുന്നു. ഈ റേഞ്ച് ഇലക്ട്രിക് കാറുകൾ ദീർഘദൂര യാത്രകൾ ചെയ്യാൻ മടിക്കുന്ന ഉപഭോക്താക്കൾക്ക് വലിയ ആത്മവിശ്വാസം നൽകും. മാത്രമല്ല 30 ഡിഗ്രി സെൽഷ്യസ് മുതൽ 60 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലകളിൽ കാര്യക്ഷമത നിലനിർത്താൻ രൂപകൽപ്പന ചെയ്ത തെർമൽ മാനേജ്മെന്റ് സംവിധാനങ്ങളും അഡാപ്റ്റീവ് ഗ്രിൽ ഷട്ടറുകളും ഈ വാഹനത്തിന് മുതൽക്കൂട്ടാണ്. ശക്തമായ പെർമനന്റ് മാഗ്നസ് സിൻക്രണസ് മോട്ടോർ 128 കിലോവാട്ട് കരുത്തും 192.5 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. ഇക്കോ, നോർമൽ, സ്പോർട്ട്, സ്നോ എന്നിങ്ങനെ വ്യത്യസ്ത ഡ്രൈവ് മോഡുകളും സിംഗിൾ പെഡൽ ഡ്രൈവിംഗിനായി ക്രമീകരിക്കാവുന്ന റീജനറേറ്റീവ് ബ്രേക്കിംഗും വാഹനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിപണിയിലെ ഉപഭോക്താക്കൾ ഇന്ന് സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ കാര്യത്തിൽ ഈ വിത്താര ഒട്ടും പിന്നിലല്ല. 50% അഡ്വാൻസ് ഹൈ ടെൻസൽ സ്റ്റീൽ ഉപയോഗിച്ചാണ് വാഹനത്തിന്റെ ഘടന നിർമ്മിച്ചിട്ടുള്ളത്. ബാറ്ററിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രത്യേക റീഫോഴ്സ്ഡ് ബാറ്ററി പ്രൊട്ടക്ഷൻ ഫ്രെയിമും വാഹനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മാരുതിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഈ വിത്താരയിൽ ലെവൽ 2 ADAS ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് സുരക്ഷാ സവിശേഷതകളിലെ പ്രധാന ആകർഷണം. ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയ ഫീച്ചറുകൾ ഉൾപ്പെടുന്ന ADAS ഡ്രൈവിംഗ് കൂടുതൽ സുരക്ഷിതമാക്കുന്നു. കൂടാതെ സുരക്ഷാ ഉപകരണങ്ങളിൽ 7 എയർബാഗുകൾ, എല്ലാ വീലുകളിലും ഡിസ്ക് ബ്രേക്കുകൾ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവയും നൽകിയിട്ടുണ്ട്. ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഈ വിത്താരയെ ഈ സെഗ്മെന്റിലെ ഏറ്റവും സുരക്ഷിതമായ മോഡലുകളിൽ ഒന്നായി മാറ്റുന്നു. നെക്സ ഷോറൂമുകൾ വഴി വിൽക്കപ്പെടുന്ന ഈ വിത്താര മാരുതിയുടെ നെക്സ ക്രാഫ്റ്റഡ് ഫ്യൂച്ചറിസം എന്ന ഡിസൈൻ തീം പിന്തുടരുന്നു. പോളിഹൈഡ്രൽ ബോഡി ഉപരിതലങ്ങളും എയറോഡൈനാമിക് വിശദാംശങ്ങളും ശരിയായ SUV പ്രൊപ്പോർഷനുകളും വാഹനത്തിന് ആധുനിക രൂപം നൽകുന്നു. മാട്രിക്സ് LED DRLകൾ, LED പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ, 18 ഇഞ്ച് അലോയ് വീലുകൾ എന്നിവയാണ് പുറംഭാഗത്തെ പ്രധാന ആകർഷണങ്ങൾ. ക്യാബിനുള്ളിൽ പ്രീമിയം അനുഭവം നൽകുന്നതിനായി ഡ്യുവൽ സ്ക്രീൻ ലേഔട്ട് നൽകിയിരിക്കുന്നു. 10.1 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് യൂണിറ്റും 10.25 ഇഞ്ച് ഡിജിറ്റൽ ക്ലസ്റ്ററും ഡ്രൈവറിന് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നു.
മറ്റു ഫീച്ചറുകളിൽ സുഖപ്രദമായ യാത്ര ഉറപ്പാക്കാവുന്ന വെന്റിലേറ്റഡ് മുൻസീറ്റുകൾ, 10-വേ പവേഡ് ഡ്രൈവർ സീറ്റ്, ട്വിൻ-ഡെക്ക് സെന്റർ കൺസോൾ, ആംബിയന്റ് ലൈറ്റിംഗ് എന്നിവ ഉൾപ്പെടുന്നു. ഈ ഫീച്ചറുകൾ മറ്റു പ്രീമിയം EV മോഡലുകളോട് കിടപിടിക്കുന്നതാണ്. ഈ വിത്താര കേവലം ഇന്ത്യൻ വിപണിക്ക് വേണ്ടി മാത്രമുള്ള ഉൽപ്പന്നമല്ല. മാരുതി സുസുക്കിയുടെ ഗുജറാത്തിലെ ഹസൽപൂർ പ്ലാന്റിൽ മാത്രമാണ് ഈ മോഡൽ നിർമ്മിക്കുന്നത്. ഇത് ഇന്ത്യയെ ഈ വാഹനത്തിന്റെ ആഗോള കയറ്റുമതി കേന്ദ്രമാക്കി മാറ്റുന്നു. 2025 ഓഗസ്റ്റ് മുതൽ UK, ജർമ്മനി, ഫ്രാൻസ്, നോർവേ, ഡെൻമാർക്ക്, സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ തുടങ്ങിയ യൂറോപ്പിലെ 12 പ്രധാന വിപണികളിലേക്ക് ഉൾപ്പെടെ 100-ലധികം ആഗോള വിപണികളിലേക്ക് ഈ വിത്താര കയറ്റുമതി ചെയ്യുന്നു. ഇത് ഇന്ത്യയുടെ നിർമ്മാണശേഷിയിലും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിലും മാരുതി സുസുക്കിക്കുള്ള ആഗോള വിശ്വാസ്യതയുടെ തെളിവാണ്. ഈ വിത്താരയുടെ എക്സ് ഷോറൂം വില ഏകദേശം 18 ലക്ഷം ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഇടത്തരം ഇലക്ട്രിക് SUV വിഭാഗത്തിലാണ് സ്ഥാപിക്കുന്നത്. ടാറ്റ കർവ് EV, ഹണ്ടായ് ക്രെറ്റ ഇലക്ട്രിക്, MG ZS EV, വിൻഫാസ്റ്റ് VF6, മഹീന്ദ്ര BE6 തുടങ്ങിയ ശക്തമായ എതിരാളികളുമായി ഈ വിത്താരയ്ക്ക് മത്സരിക്കേണ്ടി വരും. മാരുതിയുടെ വലിയ സർവീസ് ശൃംഖലയും വിശ്വാസ്യതയും ഈ മത്സരത്തിൽ ഒരു അധിക മുൻതൂക്കം നൽകിയേക്കാം. ഒരു ഇലക്ട്രിക് വാഹനം പുറത്തിറക്കുന്നത് മാത്രമല്ല, അതിനുള്ള പിന്തുണാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും മാരുതി ശ്രദ്ധിക്കുന്നുണ്ട്. ഉപഭോക്താക്കൾക്കായി ഹോം ചാർജിംഗ് സൊല്യൂഷനുകൾ, നെക്സ ഡീലർഷിപ്പുകളിൽ DC ഫാസ്റ്റ് ചാർജിംഗ് പോയിന്റുകൾ, കൂടാതെ 1000 നഗരങ്ങളിലായി 1500-ലധികം EV സജ്ജമായ സർവീസ് സെന്ററുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു സമഗ്ര EV ഇക്കോസിസ്റ്റമാണ് മാരുതി ഒരുക്കുന്നത്. ചാർജറുകൾ കണ്ടെത്താനും ചാർജിംഗ് സമയം ഷെഡ്യൂൾ ചെയ്യാനും പേയ്മെന്റുകൾ നിയന്ത്രിക്കാനും ഉപഭോക്താക്കൾക്ക് E4Me എന്ന പ്രത്യേക ആപ്പ് ഉപയോഗിക്കാം. ഈ സമഗ്രമായ ഇക്കോസിസ്റ്റം ഇലക്ട്രിക് വാഹന ഉടമസ്ഥരെ കൂടുതൽ സൗകര്യപ്രദവും ആത്മവിശ്വാസം നൽകുന്നതുമാക്കും. ഇന്ത്യൻ നിരത്തുകളിൽ AC കാറുകൾ ജനപ്രിയമാക്കിയ അതേ ബ്രാൻഡ് ഇലക്ട്രിക് വാഹനങ്ങളുടെ മുഖ്യധാരയിലേക്കുള്ള മാറ്റത്തിന് ചുക്കാൻ പിടിക്കാനാണ് ഈ വിത്താരയിലൂടെ ശ്രമിക്കുന്നത്. 500 കിലോമീറ്ററിലധികം റേഞ്ച്, മികച്ച സുരക്ഷാ ഫീച്ചറുകൾ, ആധുനിക ഡിസൈൻ, വിപുലമായ സർവീസ് ശൃംഖല എന്നിവയുടെ സമന്വയമാണ് ഈ വിത്താരയെ ശ്രദ്ധേയമാക്കുന്നത്. ഈ വിത്താരയുടെ വരവ് ഇലക്ട്രിക് വാഹന വിപണിയിലെ മത്സരത്തെ തീവ്രമാക്കുകയും ഉപഭോക്താക്കൾക്ക് കൂടുതൽ മികച്ച തെരഞ്ഞെടുപ്പുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ഇന്ത്യൻ EV വിപണിയുടെ ഭാവിക്ക് പുതിയ ദിശ നൽകാൻ ഈ വിത്താരയ്ക്ക് കഴിയുമോ എന്ന് ഡിസംബർ 2 നമുക്ക് കാണാം.